നമസ്കാരം. വ്യാഴമാറ്റത്തെ പറ്റിയാണ് നമ്മൾ പറയാൻ പോകുന്നത്. അശ്വതി നാള് മേടക്കൂറിൽ വരുന്നതാണ്. മേടക്കൂറിൽ വരുന്ന അശ്വതി നാളുകാരെ സംബന്ധിച്ച് വ്യാഴം മാറുന്നത് 4-ാം ഭാവത്തിലേക്ക് ആണ്. 4-ാം ഭാവം പൊതുവെ ഗുണദോഷ സമ്മിശ്രമാണ്. ഇവിടെ ഉച്ചക്ഷേത്രമായതുകൊണ്ട് കുറച്ചധികം ഗുണം അതിൽ നിന്ന് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. എല്ലാ അശ്വതി നാളുകാർക്കും സാമാന്യമായിട്ട് പ്രയോജനങ്ങൾ ഉണ്ടാകും. ഭാഗ്യം തെളിയാനുള്ള സാധ്യതയുണ്ട്. സാമ്പത്തിക പുരോഗതി ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. മനസ്സിൽ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ നടന്നു കിട്ടാനുള്ള സാധ്യതയുണ്ട്. ജീവിതത്തിൽ അഭിവൃദ്ധിയും പുരോഗതിയും ലഭിക്കുന്നതിനുള്ള വഴി തെളിയും. കുട്ടികൾക്ക് പഠനകാര്യങ്ങളിൽ ഉദ്ദേശിക്കുന്നത് പോലെ നല്ല പുരോഗതി കൈവരിക്കാൻ കഴിയും. ഉപരിപഠന നേട്ടങ്ങളും ഉണ്ടാകാം. വിവാഹ അന്വേഷണം നടത്തുന്നവർക്ക് വൈകാതെ തന്നെ തീരുമാനമാകും. നിങ്ങളുടെ കുടുംബജീവിതത്തിൽ സന്തോഷവും സ്വസ്ഥതയും അനുഭവപ്പെടും. സാമ്പത്തികമായി നേട്ടങ്ങൾ കൈവരിക്കാൻ സാധിക്കും. ഗൃഹനിർമ്മാണം നടത്താൻ ആഗ്രഹിക്കുന്നവർക്ക് ഉടനെ തന്നെ അത് ആരംഭിക്കാനായിട്ട് കഴിയുന്നതാണ്. നിങ്ങൾക്കത് നിശ്ചിത സമയത്തിൽ പൂർത്തിയാക്കി താമസം തുടങ്ങാനുള്ള അവസരവും ഉണ്ടാകും. കച്ചവടക്കാർക്ക് വളരെ അനുകൂലമായ മാറ്റങ്ങളുടെ സമയമാണ്. നിങ്ങൾക്ക് കൂടുതൽ വ്യാപാര വർധനവ് വന്നു ചേരുന്നതാണ്. അതിൽ നിന്നുള്ള മാറ്റങ്ങൾ ഉണ്ടാകും. നിങ്ങളുടെ ബിസിനസ് ശൃംഖലയെ കൂടുതൽ വിപുലീകരിക്കാനുള്ള അവസരം വന്നു ചേരും. വിവിധ മേഖലകളിൽ ഔദ്യോഗിക രംഗത്ത് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നവർക്കും നല്ല നേട്ടങ്ങൾ കാണുന്നുണ്ട്. സ്വന്തമായി വിവിധ രംഗങ്ങളിൽ തൊഴിൽ ചെയ്തുകൊണ്ടിരിക്കുന്നവർക്കും പ്രയോജനം ഉണ്ടാകും. കലാകാരന്മാർക്ക് ആഗ്രഹ സിദ്ധി ഉണ്ടാകുന്നതാണ്. കായിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും ഒക്കെ പുരോഗതി കാണുന്നുണ്ട്. കർഷകർക്കും ഗുണമുള്ള സമയമാണ്. വ്യാഴത്തിൻ്റെ അനുഭവ ഗുണം പൂർണ്ണമായി ലഭിക്കുന്നതിന് നിങ്ങളുടെ സമഗ്രമായ രാശിചിന്ത ചെയ്ത് ഉത്തമമായ വ്യാഴപ്രീതികരമായ കാര്യങ്ങൾ ചെയ്യേണ്ടതാണ്.